ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പാത്രം നിറച്ച് മാങ്ങ കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങകൾ നമുക്ക് വീട്ടിൽ കിട്ടാറുണ്ട്. പലതരത്തിലുള്ള മാങ്ങകളുണ്ട് കേട്ടോ. പുളി മാങ്ങയും അതേപോലെ തന്നെ നല്ല ദശക്കട്ടിയുള്ള മാങ്ങയും അത്യാവശ്യം മധുരമുള്ള മാങ്ങയും എല്ലാം മാങ്ങയുണ്ട്. എന്തായാലും കുറേ മാങ്ങ കിട്ടിയ സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ സമാധാനമാവില്ല. എന്തായാലും വെക്കേഷനും അല്ലേ, കുട്ടികൾ കഴിക്കാനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ആ കളറ് കാണുമ്പോൾ തന്നെ അറിയാം പല തരത്തിലുള്ള മാങ്ങകൾ മിക്സാണ് കേട്ടോ. അല്ലാണ്ട് ഒരു കൊമ്പിലത്തെ അല്ലെങ്കിൽ ഒരു മാവിലത്തെ മാങ്ങ മാത്രമല്ല. ഈ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലതൊക്കെ ലൈറ്റ് മഞ്ഞ നിറമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാര് അധികം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഷ്ണമാക്കണേക്കാട്ടിലും നമുക്ക് നന്നായി കിട്ടിയത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് വലിച്ചെടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ജ്യൂസി അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക. അതുകൊണ്ട് ഞാനും കിട്ടിയ അവസരം തന്നെ മുതലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിൽ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ബാക്കി വന്നത് നമുക്ക് എന്തായാലും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കാറുള്ളതല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ ജ്യൂസ് നമ്മൾ കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ഞെക്കി പിഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ജ്യൂസും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലുള്ളത് ഇങ്ങനത്തെയാണ്. അപ്പോൾ കിട്ടിയ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഒരുപാട് റെസിപ്പീസ് മുന്നേ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ കാണണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആകെ കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങകളെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിൽ ഞാൻ കുറച്ച് ഒരു 2-3 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എത്ര വിസിലാണെങ്കിലും വിഷയമൊന്നുമല്ല. കാരണം നമ്മളൊന്ന് വേവിച്ചെടുക്കാതെ മാത്രമേ ഉള്ളൂ. കാരണം മാങ്ങ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് എണ്ണം വേണമെന്നൊന്നുമില്ല. കാരണം ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വിസിലാണെങ്കിലും 5 വിസിലാണെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 2-3 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാണുക. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ നല്ല എന്താ പറയുക ജാമ് പോലെയൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് ആറിയതിന് ശേഷം അതിന് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങയെ 2 പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അളവൊന്നുമില്ല കേട്ടോ, കുറച്ച് ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു കുറച്ച് മാങ്ങേനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വെക്കേഷൻ സമയമാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അധികം മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും വേസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മാങ്ങയുടെ ഒപ്പം തന്നെ പാകത്തിന് എത്രയാണോ നമുക്ക് മധുരം വേണ്ടത് അത്രയ്ക്ക് പഞ്ചസാര ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചേർത്തിരിക്കുന്നത് എന്താ അറിയോ, ബട്ടറാണ്. വെണ്ണ കുറച്ച് വീട്ടിലുണ്ടാക്കി വെച്ചതുള്ളതുകൊണ്ട് ഞാൻ വേഗം അതിൽ നിന്ന് 2-3 പീസ് എടുത്തിട്ട് അതും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വെള്ളമോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചേർക്കണ്ട. പകരം നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് കുഴമ്പ് പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പാലോ വെള്ളമോ ചേർക്കാം, പാൽപ്പൊടി ചേർക്കാം, മിൽക്ക് മെയ്ഡ് ചേർക്കാം, എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്കതൊക്കെ ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണമുണ്ട്. ഞാനതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി പാലതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും മധുരം കുറച്ചും കൂടി വേണം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കുറച്ചും കൂടി പാല് നമ്മളതിങ്ങനെ അടിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അല്ലാണ്ട് കറക്റ്റ് അളവ് പോലെ നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലേശം തിക്നെസ്സിനോട് കൂടിയിട്ട് നമ്മൾ അരച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാനവിടെ വീട്ടിൽ തിരഞ്ഞു നോക്കിയപ്പം എന്തായാലും ഐസ്ക്രീമിൻ്റെ ഒരു ഡപ്പ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രീസർ മോഡ് ഓണാക്കിയിട്ട് നമ്മളൊരു 8 മണിക്കൂർ കുറഞ്ഞത് നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഐസ്ക്രീം ആയിരിക്കണമെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയും അപ്പം നമ്മൾ ആദ്യം ചെയ്ത് വെച്ച മാങ്ങയുടെ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. ഇനി ബാക്കിയുള്ള മാങ്ങ ഇല്ലേ, അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഐസ്ക്രീമിനൊക്കെ വേണ്ടിയിട്ട് അടിച്ചെടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പാത്രം ഒന്നും കഴുകിയിട്ടില്ല. അതിൽ തന്നെ ഞാൻ രണ്ടാമത് മാറ്റി വെച്ച മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അതിനെയും കൂടി ഒന്ന് അടിപൊളിയായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ ആ മാങ്ങയൊക്കെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെറുതെ ചെറിയൊരു കഷ്ണം പട്ടയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ്. പക്ഷെ അത്രയ്ക്ക് നമുക്ക് തിക്കായിട്ട് ഒരു നൂൽ പരുവാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് മധുരം എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു മധുരം മാത്രം അതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയും പാകത്തിനുള്ള പഞ്ചസാരയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ 2 കപ്പ് വെള്ളമൊക്കെ എടുക്കാം. നമുക്കത് എങ്ങനെയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പിൻ്റെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു നാരങ്ങ നീര് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചേർത്താൽ മാത്രമാണ് അതൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ചെയ്തത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങയുടെ പൾപ്പ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഐറ്റമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാങ്ങ വേവിച്ചതിന് നമ്മൾ അങ്ങനെ അരച്ചെടുത്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ ഈ പഞ്ചസാര മിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് താഴെ വെള്ളവും മുകളിൽ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ ആ ഒരു പൾപ്പായിട്ട് തന്നെ തോന്നുക. അപ്പോൾ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ കാണുന്നുണ്ടാവും അതിങ്ങനെ പാറി പാറി നിൽക്കുന്ന പോലെ. പക്ഷേ ഒരു 2-3 വട്ടം നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ എന്തായി, ഇപ്പോൾ നല്ല കറക്റ്റ് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ മഞ്ഞയും കളറും ഒന്നും കാണാനില്ലല്ലോ. ഇപ്പോൾ കറക്റ്റ് ഒരു ജ്യൂസ് പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്ത് പേരിട്ട് വിളിക്കാം, ഇത് മാംഗോ ജ്യൂസ് എന്ന് പറയാം. കാരണം ഇതിൽ നമ്മൾ നന്നായിട്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ഇടണ്ട എന്ന ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെന്തെങ്കിലും കുറച്ച് മാങ്ങയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാറ്റിയിട്ട് നല്ല കുപ്പികളിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ നാരുള്ള മാങ്ങകളൊക്കെ അല്ലേ നമ്മളെടുത്തത്. പക്ഷെ അങ്ങനെ നാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് തിക്കായിട്ട് നിൽക്കണോണ്ട് അത് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഇങ്ങനെ എടുത്തപ്പം വളരെ നേരിയതായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിലുള്ള പൾപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊന്നും വേണ്ടാണ്ട് തന്നെ അതില്ലാണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് കുപ്പിയിലാക്കി വെച്ചു. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഈ 3 കുപ്പികളിലുള്ള മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് മധുരം വേണമെങ്കിൽ ഇടുക. അതാ ഞാൻ പറഞ്ഞത് പഞ്ചസാരയ്ക്ക് പ്രത്യേകിച്ച് അളവില്ല. നമ്മൾ അധികം പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ 3 കുപ്പികളിലാക്കി, ഞാൻ വലിയ സ്ക്വാഷിൻ്റെ കുപ്പിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ കുപ്പിയിൽ അങ്ങോട്ട് ആക്കി വെച്ചു. എന്തായാലും ഇനി അടിപൊളിയാണ്. ഒരു 5-6 മാസത്തേക്ക്, ഇനി മഴക്കാലമാണല്ലോ വരുന്നത്, അപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അടുത്ത വേനലാവുന്ന വരയ്ക്ക് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ മാങ്ങ കിട്ടിയപ്പോൾ അമ്മ ഓൾറെഡി ഇവിടെ ഞാൻ വരുന്ന സമയത്ത് തന്നെ ജാം ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പോൾ അത് മാങ്ങ ഹൽവയൊന്നും അല്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒരു എന്താ പറയുക മായങ്ങളും ഒന്നും ചേർക്കാത്ത വളരെ നാച്ചുറലായിട്ടുള്ള മാങ്ങയുടെ ജാമാണത്. അപ്പം ഞാൻ വീട്ടിലെത്തണ മുന്നേ തന്നെ അമ്മ ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് സ്ക്വാഷും ഐസ്ക്രീമും കുറേ ദിവസമായി നമ്മുടെ അരിക്കുട്ടിയും അപ്പൂട്ടനൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ മാങ്ങ കിട്ടുമ്പോൾ നമുക്കതിങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യം, എത്ര നമ്മൾ കഴിക്കും, കുറേ ആളുകൾക്ക് കൊടുത്തയക്കും, എല്ലാം ചെയ്താലും ചിലപ്പോൾ ആ ഒരു സീസണിൽ അത്രയ്ക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു വയ്ക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും മാങ്ങാക്കാലത്ത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി, അതേപോലെ ജാം ഉണ്ടാക്കി, ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 8 മണിക്കൂറിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ അതിങ്ങനെ സ്കൂപ്പായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ വെണ്ണ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പരുവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇനി വെണ്ണ ചേർത്തില്ലെങ്കിലും വിഷയമൊന്നുമല്ല, നമ്മൾ വെറും പാലും പഞ്ചസാരയും മാങ്ങയും കൂടി അടിച്ചാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 പേര് ഇവിടെ ടേസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൂട്ടനും ആര്യക്കുട്ടിയും കൂടിയിട്ട് ഇതാ മത്സരിച്ച് കഴിക്കുകയാണ്. അവരെന്തായാലും ഹാപ്പിയാണ്, നമുക്ക് അത്രയല്ലേ ആവശ്യം
ആവശ്യമുള്ളൂ. അപ്പോൾ മാങ്ങയൊന്നും ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ നമ്മുടെ മാങ്ങാക്കാലം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കേ.